ഏകദേശം ഒരു ആഴ്ച മുമ്പ് ആംഗമാലി പോലീസ് സ്റ്റേഷനിൽ ഇത് നമ്മുടെ ഡാൻസെഫ് ടീം കൂടാതെ നമ്മുടെ ലോക്കൽ പോലീസ് ഡിവൈഎസ്പി ആൽവ പ്രസാദ്, ഇൻസ്പെക്ടർ SHO ലാൽ ആംഗമാലി, SI റോയ്, SI ദേവിക, SI ബിജീഷ്, മിഥുൻ, മഹേഷ്, അജിത, AB സുരേന്ദ്രൻ ഈ പ്രത്യേകിച്ചും ഒരു സംഘം ഇത്ര ആളുള്ള സംഘം ഒരു നല്ല ഒരു 200 grams MDMA ഉള്ള ഒരു കമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി കേസ് ഡിറ്റക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കേസിന്റെ ഇൻവെസ്റ്റിഗേഷനിന്റെ ഭാഗമായിട്ട് ഒരു പ്രധാനപ്പെട്ട സോഴ്സ് നമ്മുടെ ടീം ബാംഗ്ലൂർ പോയിട്ട് ബാംഗ്ലൂരിൽ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവന്നു. അതിലെ പ്രധാനപ്പെട്ട പ്രതിനെ പേര് റെഗ്നാർ പോൾ ആണ്. പുലി കോങ്കോ സ്വദേശിയാണ്, ടാൻസാനിയ കോങ്കോ. സോ ഈ എല്ലാ കാര്യങ്ങളുടെ മെയിൻ കോൺസ്പിറേറ്റർ, മെയിൻ സൂത്രധാരാണ്. അത് നമുക്ക് മനസ്സിലായി. കുറേ തെളിവുകൾ നമ്മുടെ കയ്യിലേ ഉണ്ട്. സോ ഇത് വലിയ ഒരു ക്യാച്ച് ആണ്. സ്ഥിരമായിട്ട് നമ്മുടെ നാട്ടിൽ ഈ MDMA സപ്ലൈ ചെയ്തിട്ടുള്ള ആളാണ്. സോ ഈ സോഴ്സ് കിട്ടിയിട്ട് നമുക്ക് കൂടുതൽ ബാംഗ്ലൂരിൽ നിന്ന് സോഴ്സ് പിന്നെ മറ്റ് സംസ്ഥാനത്തിൽ നിന്ന് നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്നിട്ടുള്ള ആളിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് കിട്ടാൻ പറ്റും. സോ നല്ല ഒരു ക്യാച്ച് ആണ്. കൂടാതെ നമ്മുടെ ജില്ലയിലെ വളരെ വ്യാപകമായ ലഹരി നേരെ ഒരു സ്പെഷ്യൽ ഡ്രൈവ് നടത്തുന്നുണ്ട്. സംസ്ഥാന വൈഡ് ഓപ്പറേഷൻ ഡി ഹാൻഡ് നടത്തുന്നുണ്ട്. സോ അത് നമ്മുടെ ജില്ലയുമിൽ ആ പദ്ധതിയിൽ വളരെ നല്ല രീതിയിൽ ഒരു ഡ്രൈവ് നടത്തുന്നുണ്ട്. സോ വലിയ ഒരു ക്യാച്ച് ആണ് നമ്മുടെ പോലീസിന്റെ ഭാഗമായിട്ട്. ഇത് അവിടെ നിന്ന് സപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ പെഡ്ലേഴ്സ്മാരെ ഈ പുള്ളിന് കോൺടാക്റ്റിലേ ഉണ്ട്. സോ കുറച്ച് മലയാളികൾ അവിടെ പോയിട്ട് പിന്നെ ഇങ്ങോട്ട് തിരിച്ച് ഈ ഡ്രഗ്സിന്റെ സാധനങ്ങൾ കൊണ്ടുവരാൻ കുറേ തവണ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സ്റ്റുഡന്റ് വിസയില് 2014 ഇങ്ങോട്ട് വന്നിരുന്നു ഇന്ത്യയിലെ. സോ അതിനുശേഷം ഒരു BCA കോഴ്സിൽ അഡ്മിഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ കോഴ്സ് ഫിനിഷ് കഴിഞ്ഞിട്ടില്ല. അതിലെ മുമ്പ് തന്നെ ഇത് ഡ്രോപ്പ് ഔട്ട് ആയിരുന്നു. പിന്നെ ഇവിടെ വിസ പീരീഡ് ഓൾറെഡി കഴിഞ്ഞു. സോ ഇപ്പോൾ ഓവർ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഇൻവെസ്റ്റിഗേഷനിൽ നമുക്ക് കൂടുതൽ അത് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഈ ബാംഗ്ലൂരിൽ ഈ നമ്മുടെ ഈ ആദ്യം കേസുള്ള പ്രതിന് സ്ഥിരമായിട്ട് കോൺടാക്റ്റിൽ ഉണ്ടായിരുന്നു. ആ പ്രതിക്ക് MDMA എല്ലാ ക്വാണ്ടിറ്റീസ് ഇവർ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു അവിടെ ബാംഗ്ലൂരിൽ. സോ അത് ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞിട്ട് മാത്രം പറയാൻ പറ്റും. റെഗ്നാർ പോൾ, REGNARPAUL, റെഗ്നാർ പോൾ. അത് നമുക്ക് ആദ്യം കൺഫേം ചെയ്യണം ഈ പേര് പാസ്പോർട്ടിൽ. പിന്നെ പുള്ളിയുടെ കയ്യിൽ ഇപ്പോൾ പാസ്പോർട്ട് അല്ല. കൂടുതൽ ഡീറ്റെയിൽസ് ഉണ്ടോ? പക്ഷേ ഇതുപോലെ കേസുകളിൽ നമുക്ക് ഈ ഒരു നൈജീരിയൻ നാഷണൽ അല്ലെങ്കിൽ ഒരു ടാൻസാനിയൻ പിടിക്കാനെങ്കിൽ നമ്മൾ ഈ എല്ലാ ഈ ചെയിനുമായി ബന്ധപ്പെട്ട കുറച്ച് കൂടുതൽ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാൻ പറ്റും. സോ ഇപ്പോൾ ഈ ഇൻവെസ്റ്റിഗേഷൻ ചെയ്തിട്ട് നമുക്ക് കൂടുതൽ അഭിപ്രായം പറയാൻ പറ്റും. പക്ഷേ ഇതുവരെ കിട്ടിയിട്ടുള്ള ഡീറ്റെയിൽസ് പ്രകാരം ഇത് ഡൽഹിയിലെ അടുത്ത് കുറേ ഇൻഡസ്ട്രിയൽ ഏരിയാസ് ഉണ്ട്. അവിടെ കുറച്ച് മാനുഫാക്ചറിംഗിലെ സാധ്യത ഉണ്ട്. സോ അവിടെ മാനുഫാക്ചറിംഗ് ചെയ്തിട്ട് ഈ ട്രെയിൻ വരീന് ബാംഗ്ലൂർ പിന്നെ ഗോവ ഈ എല്ലാ റീജിയൻസിൽ വരാറുണ്ട്. പിന്നെ അവിടെ നിന്ന് ബാക്കി അടുത്തുള്ള എല്ലാ സംസ്ഥാനത്തിലും സപ്ലൈ ചെയ്യാൻ വേണ്ടി ഇത് വളരെ ആക്റ്റീവാണ്. ഇത് ഫോർ ഈസി മണി, ഈസി പ്രോഫിറ്റ്. കുറേ മലയാളികൾ അവിടെ സ്റ്റുഡൻസ് ഉണ്ട് ബാംഗ്ലൂരിൽ, കുറേ യൂണിവേഴ്സിറ്റീസിലെ കോളേജസിലെ. സോ നമ്മുടെ ആദ്യം കേസുള്ള പ്രതിയും അവിടെ ആദ്യം ബാംഗ്ലൂരിൽ ഒരു കോഴ്സിന് വേണ്ടി പോയിരുന്നു, സ്റ്റഡി ചെയ്യാൻ വേണ്ടി. സോ അവിടെ ഹോസ്റ്റലിൽ താമസിച്ചപ്പോൾ പിന്നെ ബാക്കി യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ഡ്രഗ്സിന്റെ പ്രശ്നങ്ങളുണ്ട്. സോ കുറേ നൈജീരിയൻകാർ, ടാൻസാനിയൻസ് അവിടെ ഓൾറെഡി താമസിച്ചുണ്ട്. സോ അത് അവർക്ക് വളരെ ഈസിയാണ് ഇത് ആക്സസ്. കോങ്കോ നോ, അങ്ങനെയും നമുക്ക് ഇൻഫർമേഷൻ ഉണ്ടോ? കാരണം ഇത് MDMA ഒരു വളരെ ഒരു ഹൈ പ്രഷർ, ഹൈ ടെമ്പറേച്ചറിൽ പ്യൂർ ക്വാളിറ്റി ഉള്ള ഇത് മാനുഫാക്ചറിങ് ചെയ്യുന്നുള്ള കാര്യങ്ങളാണ്. സോ അതിനു വേണ്ടി ഒരു വലിയ വലിയ ഇൻഡസ്ട്രീസ് കുറിച്ച് ആ കോറിഡോറിൽ ഡൽഹി ആ സൈഡിൽ ഉണ്ട്. സോ അത് ഇതുവരെ കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻ പ്രകാരം അങ്ങനെയാണ്. ചെറിയ ചെറിയ മാനുഫാക്ചറിംഗ് സെന്റേഴ്സ് ബാക്കി സംസ്ഥാനത്തിലുമുണ്ട്, ബാംഗ്ലൂരിലുണ്ടാവും. പക്ഷേ നമുക്ക് കിട്ടിയിട്ടുള്ള സോഴ്സ് പ്രകാരം, ഇൻഫർമേഷൻ പ്രകാരം ഇത് ട്രെയിൻ വരീനും റെയിൽവേ വരീനും അവിടെ നിന്ന് ഡൽഹി സൈഡിൽ നിന്ന് ഇങ്ങോട്ട്
ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ നിന്ന് പിന്നെ അത് ഒരു ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് പോലെയാണ്. പിന്നെ കുറച്ച് ഏരിയാസ് ബാംഗ്ലൂരിൽ നമ്മുടെ ടാർഗറ്റിലുണ്ട്. സോ അവിടെ ലോക്കൽ പോലീസിൽ ഹെൽപ്പിന് നമ്മൾ കുറേ റേറ്റ്സ് വരും ദിവസങ്ങളിൽ ചെയ്യും. അത് ജസ്റ്റ് വളരെ പ്രിലിമിനറി സ്റ്റേജ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ആണ്. അതുകൊണ്ടാണ് ആ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ ഡീറ്റെയിൽസ് ഇപ്പോൾ പറയാൻ പറ്റിട്ടില്ല. നോ, അത് ഇൻവെസ്റ്റിഗേഷൻ ഇപ്പോൾ വളരെ പ്രിലിമിനറി സ്റ്റേജിലാണ്. അതുകൊണ്ടാണ് ആ കേസിൽ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് പറയാൻ ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷനിൽ ബാധ്യത വരും. ഇന്നെ ചെയ്യും, മജിസ്ട്രേറ്റിന് മുമ്പ് ഇന്നെ ഹാജർ ചെയ്യും. ഇതുവരെ അറസ്റ്റ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്.